ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാൽ ഗോമതിക്ക് അങ്ങനെ ബാലിന്റെ രീതികളൊക്കെ ഭയങ്കര സംശയം തോന്നുകയാണ്. ഗോമതി അങ്ങനെ ധർമ്മന്റെ ഫോണിലേക്ക് വിളിക്കുന്നപ്പോൾ ധർമ്മൻ ആ ചേച്ചി എന്താ ചേച്ചിന്ന് ചോദിക്കുമ്പോൾ അല്ല രാമേട്ടൻ അവിടെ ഉണ്ടോ, ആ ഉണ്ടല്ലോ, ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് പറയാണ്. അങ്ങനെ രാമേട്ടനെ ഫോൺ കൊടുക്കുന്നുണ്ട് ധർമ്മൻ. രാമേട്ട അതേ ചേച്ചിയാന്ന് പറയാണ്. എന്താ ഗോമതി എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ആ ഫോൺ ശ്രദ്ധിക്കാട്ടോ. അതായത് ദേവിയും അതുപോലെ തന്നെ ആകാശമൊക്കെ അവിടെ ഉണ്ട്. അവർ ഈ ഫോൺ കോൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി പറയണ്ടല്ല, ബാലേട്ടൻ രാമേട്ടനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, എന്തെങ്കിലും വിഷമോ കാര്യങ്ങളുണ്ടെങ്കിൽ രാമേട്ടനോടാണല്ലോ ബാലേട്ടൻ പറയാറ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇന്ന് രാവിലെ നടുവേദനയാണെന്ന് പറഞ്ഞു, പക്ഷേ ഇതേ കുറച്ചും പോയി നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. ഇന്നലെ നടുവേദന എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോയി. ഇടയ്ക്ക് ഭയങ്കര സന്തോഷം, ഇടയ്ക്ക് ഭയങ്കര വിഷമം, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാമേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന്റെ രീതികൾ. അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഗോമതി സ്റ്റോഴ്സിൽ വരാതിരിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഗോമതി സ്റ്റോഴ്സും വേണ്ട, ഒന്നും വേണ്ടെന്ന രീതിയിൽ അവന്റെ നടപ്പ്. ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നു ഗോമതി, എന്തൊക്കെയോ വിഷമം ഉണ്ടായിരുന്നുള്ളിൽ, ആ രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചു. എന്താ രാമേട്ടൻ പറഞ്ഞത്? ബാലേട്ടൻ എന്തോ വിഷമമുണ്ട് ഉള്ളിലുണ്ടായിരുന്നോ? അതെ, അങ്ങനെ എന്തോ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയാണ്. പക്ഷേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇവിടെ, എന്താണെന്ന് അറിയില്ല. നീ വിഷമിക്കേണ്ട ഗോമതി, ബാലനും കൂടെ വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട് എന്ന് രാമേട്ടൻ പറയാണ്. ശേഷം ഗോമതി ഫോൺ വെക്കണം. എന്നാലും രാമേട്ടനോട് വിളിച്ചിട്ട് എന്തായിരിക്കും വിഷമോ എന്ന രീതിയിൽ സംസാരിച്ചത് എന്നെ കാണിച്ച് ഗോമതിക്ക് ആകെ ടെൻഷൻ ആവട്ടോ. ഫോൺ വെച്ചപ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, അതെ രാമേട്ട, എനിക്കൊരു സംശയം. എന്താ, ബാലയച്ഛന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, രാവിലെ വണ്ടി വന്നിട്ട് സ്കൂട്ടറിന് തട്ടിയപ്പോഴേക്കും കുഴപ്പമില്ല പൊയ്ക്കോളനെ ഞങ്ങളടുത്ത് പറഞ്ഞത്. സാധാരണ ബാലച്ചന്റെ സ്വഭാവം വെച്ചിട്ട് വഴക്ക് പറയേണ്ടതല്ലേ? ബാലച്ചന്റെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റമുണ്ട് രാമേട്ട എന്ന് പറയാണ്. ധർമ്മം പറയണ്ട, അതെ അതന്നെ എനിക്കും പറയാനുള്ളത്. ഞാനും നോക്കുവാണ് അളിയൻ, എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് അളിയൻ കട എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ഒരാളാണ്. എന്റെ ചേച്ചി ഇങ്ങനെ പിന്നെ കടയാണ് അളിയനെല്ലാം. പക്ഷെ ഇപ്പൊ അതും വേണ്ട, ഒന്നും വേണ്ടെന്ന രീതിയിലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവി പറയണ്ട, എനിക്ക് തോന്നണതേ കഴിഞ്ഞ ദിവസം എവിടെയോ വീണെന്ന് പറഞ്ഞില്ലേ, അന്ന് തലക്ക് എവിടെയെങ്കിലും ഇടികൊണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവും രാമേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ആകാശ് പറയണ്ട്, അതെ അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. അതെ അച്ഛനോട് എത്രയും പെട്ടെന്ന് കൂടെ വരാൻ പറ രാമേട്ട, അല്ലെങ്കിൽ സീറ്റ് ആരെങ്കിലും കൊണ്ടുപോകും എന്ന് പറയാണ്. എന്റെ പൊന്നും അനിയ ആകാശേ, നീ എന്നെ കുത്തിയാ പറയണതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ ഇടയ്ക്ക് വഴക്ക് പിടിക്കാൻ എനിക്കൊരു താല്പര്യവും ഇല്ലെന്ന് പറയാണ്. ഞാൻ പറയേണ്ടത് പറഞ്ഞതുള്ളൂ, അച്ഛനോട് വന്നില്ലെങ്കിൽ കട ആൾക്കാർ കൊണ്ടുപോകും, ആ ടെൻഷൻ കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ധർമ്മം പറയണ്ട്, മതി 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 നമുക്ക് പണിയെടുക്കാം, എന്തായാലും അളിയൻ വരുമല്ലോ അപ്പൊ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് ധർമ്മൻ. ശേഷം ദേവി ആണെങ്കിൽ ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ദേവിയല്ല നമ്മുടെ ഗോമതി ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക കേട്ടോ. ആ സമയത്ത് ബാലനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചോദിക്കുന്നു, ഡോക്ടർ പ്ലീസ് ഡോക്ടറിനെ കൊണ്ടുപോയിക്കോട്ടെ. അല്ല ബാലന്റെ വീട്ടുകാർക്കൊക്കെ ഈ കാര്യം അറിയാവോ? അവർക്ക് ഇഷ്ടക്കുറവുണ്ടാവില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അയ്യോ എന്റെ ഭാര്യക്കൊക്കെ ഈ കാര്യം അറിയാം, വീട്ടിലെല്ലായിടത്തും തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ഭാര്യ പറഞ്ഞത് എന്താണെന്നറിയാവോ, ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിചരിച്ച് സുഖപ്പെടുത്തി വിടാന്ന് അതിന്റെ ഭാര്യ പറയണത്. ഓഹോ, അപ്പൊ ബാലനെ പോലെ തന്നെയാ വീട്ടുകാരും അല്ലേ? പിന്നെ അല്ലാതെ എന്റെ സ്വന്തം റിസ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ബാലന്റെ കൂടെ ഞാൻ ഇവിടെ വിടാം, പക്ഷെ എനിക്കൊരു ഉറപ്പ് ബാലൻ തരണം എന്ന് ഡോക്ടർ പറയാണ്. എന്താ ഡോക്ടർ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് തരണോ? അതൊന്നും വേണ്ട. ബാലന് വല്ല പരിചയമുള്ള ചെക്കനാണോ ഇത്? സത്യം പറ ബാല, എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ ബാലൻ കൊണ്ടുപോകുന്നത്? എന്റെ ഡോക്ടർ, എനിക്ക് ഇവരെ പരിചയമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത് തന്നെ, ഇവിടെ വെച്ചിട്ടാണ് അപകടം പറ്റിയ സമയത്താണ് കാണുന്നത്, എനിക്കൊരു മുൻപരിചയം ഇല്ല ഡോക്ടർ എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞാനോ എന്റെ റിസ്കിൽ ബാലിന്റെ കൂടെ പറഞ്ഞയക്കണം ആ കുട്ടിനെ. ശരി, ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തോളാം ഡോക്ടർ, ആ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. രണ്ട് ദിവസം വീട്ടിൽ നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർ, അതിനുള്ള അവന് നല്ല മാറ്റം ഉണ്ടാവും എന്ന് ബാലൻ പറയാണ്. ശരി എന്നാ എന്ന് ഡോക്ടറും പറയണ്ട. അങ്ങനെ ബാലൻ മിഥുനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പൊ ഗോമതി മുറ്റത്ത് നിൽക്കുമ്പോ കാറ് വരുന്നുണ്ട്. ഇതാരാണ് ഈ കാറിൽ എന്ന് ഗോമതി നോക്കുമ്പോ ബാലനാട്ടോ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അയ്യോ ബാലേട്ട, ഇതെന്താ കാറൊക്കെ പിടിച്ചത്? എന്താ ബാലേട്ട നടുവേദന കൂടിയോ, എവിടെയെങ്കിലും വീണോ, എന്താ ബാലേട്ട കാറ് പിടിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്റെ ഗോമതി, നീ എന്നെ പിടിക്കാതെ കാറിലുള്ള ആളെ പിടിക്കേ. ബാലേട്ടൻ ഇത് ആരെയും പിടിക്കണത്, നീ ഒന്ന് സഹായിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഗോമതിയും കൂടി സഹായിക്കുന്നുണ്ട്. അയ്യോ ബാലേട്ട, ഇത് ആരാ ബാലേട്ട? ഇത് ഇവനെ നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, നോക്കി കാലം നിലത്ത് കുത്തുന്നില്ല, ഇത് ഏത് കുടിയനെ ബാലേട്ടൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കണത്? ഗോമതി, നീ മിണ്ടാതെ വീടിന് അകത്തേക്ക് കയറ്റാൻ സഹായിക്കുക, സ്റ്റെപ്പ് അവന്റെ കാലൊന്ന് എടുത്തു വെക്കുക സ്റ്റെപ്പിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ ഗോമതി കാലിലേക്ക് സ്റ്റെപ്പിലേക്ക് കാലിങ്ങനെ എടുത്ത് വെക്കുക. അതിന് ഇതിനെ നടക്കാൻ പറ്റില്ല, അപ്പൊ കാലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് കയറ്റുവാണ്. അയ്യേ ബാലേട്ടൻ, ഇത് എന്താ ചെയ്യണം, നമ്മുടെ റൂമിലാണ് ഇയാളെ കിടത്തുന്നത്. എന്റെ ഗോമതി, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ബാലൻ മിഥുന അവരുടെ റൂമിലേക്ക് കിടത്തി പുതപ്പൊക്കെ വെച്ച് ഇങ്ങനെ പുതച്ച് കിടത്തു കേട്ടോ. ബാബ ഇത് നല്ല ഉറക്കമാണ്. എന്താ ബാലേട്ട ഇത് കണ്ട കുടിയന്മാരേക്ക് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേക്കുന്നത്? എന്റെ ഗോമതി, ഇത് കുടിയനല്ല, അവനൊരു അപകടം പറ്റിയിട്ടാണ് അവൻ ഇങ്ങനെ ആയത് എന്ന് പറയാണ്.
അല്ല ബാലേട്ട, ആരാ ഇതെന്ന് ചോദിക്കുമ്പോ ഇത് എൻ്റെ ഒരു കൂട്ടുകാരന്റെ മകനാണ്, അവനിവിടെ സ്ഥലത്തില്ല, അപ്പൊ അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ നിർത്താവോ എന്ന് ചോദിച്ചു. അയ്യോ, അതിന് ഇവിടെ നിർത്താൻ എന്ത് സൗകര്യ ബാലേട്ടുള്ളത്? ബാലേട്ടന്റെ ഏത് കൂട്ടുകാരന്? എനിക്കറിയില്ലല്ലോ, കൂട്ടുകാരന്റെ പേരെന്താ? അത് അത് ദാമോദരൻ. ദാമോദരനോ? അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ ബാലേട്ടനില്ലല്ലോ. എന്റെ ഗോമതി, 2 ദിവസം ഈ പയ്യനിവിടെ ഉണ്ടാവും എന്ന് പറയാണോ? ഷോ, എന്നാലും ഈ പയ്യന് ആരാ ബാലേട്ട? ഇവന്റെ പേരെന്താ? ഇവന്റെ നാട് ഏതാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ബാലിന്റെ മനസ്സിൽ വിചാരിക്കാട്ടോ, അപ്പൊ ഗോമതിക്ക് ഇവനെ കണ്ടു പരിചയമൊന്നുമില്ല, പക്ഷെ വേറെന്തോ രഹസ്യമുണ്ട്, അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് അങ്ങോട്ടൊക്കെ പോവുകയാണ്. ഗോമതി മിഥുനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്നിട്ട് കണ്ണും മൂക്കൊക്കെ സൂക്ഷിച്ചു നോക്കിയിട്ട് മൂക്ക് കാണുമ്പോഴേക്കും ഗോമതി ഞെട്ടി പോകുവാട്ടോ. അതെ അതെ, ഇത് ബാലേട്ടന്റെ മൂക്ക് തന്നെ. അപ്പൊ ബാലേട്ടന്റെ ഏതോ അവിഹിത ബന്ധുവാണ് എന്ന് വിചാരിച്ചിട്ട് ഗോമതി വേഗം തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മീനുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ മീനാക്ഷി, നീ ഓഫീസിലല്ലേ? അതെ. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. എന്താ അമ്മേ? അല്ല, നീ കുറച്ചുകൂടി മാറി നിന്നിട്ട് ഒന്ന് സംസാരിക്കാവോ? ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. എന്താ അമ്മേ? അതെ മോളെ, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാവോ? എന്താ മോനെ, ഓഫീസിലാണല്ലോ, എനിക്കിപ്പോ പെട്ടെന്ന് വരാൻ പറ്റില്ല. അതെ, ദേ ബാലേട്ടൻ ഇവിടെ ഒരു പയ്യനെ കൊണ്ടുവന്നിരിക്കുന്നു. പയ്യനെയോ? അതെ, ഒരു 10-25 വയസ്സ് കാണുമായിരിക്കും. ദേഹമൊക്കെ തളർന്നിരിക്കുന്ന ഒരു പയ്യനാണ്. അമ്മ എന്തൊക്കെയാ പറയണത്? അതല്ല മോളെ, എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം. ബാലേട്ടന്റെ അമിത സ്നേഹപ്രകടനം ഇതിനെ വേണ്ടിയിട്ടായിരുന്നോ? അമ്മ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? അല്ല, ബാലേട്ടനെ ഏതെങ്കിലും വകയില് അമ്മ ഇങ്ങനെയൊക്കെ വിചാരിക്കണം. എന്താമേ, അച്ഛൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണ്, അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല, അത് അമ്മയെക്കാൾ ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം, അച്ഛൻ അങ്ങനെ ആരെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അമ്മ ഫോൺ വെക്ക്, ഞാൻ വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. അതല്ല മോളെ, ആ പയ്യന്റെ മൂക്ക് ബാലേട്ടന്റെ മൂക്ക് പോലെ തന്നെയുണ്ട്. എന്റെ അമ്മേ, ഹോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്തിനാ നീ ഇങ്ങനെ കളിയാക്കണത്? കളിയാക്കിയതല്ല, ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാമേ. അമ്മ ഏതായാലും അത് ഒത്ത് പേടിക്കൊന്നും വേണ്ട, അച്ഛൻ കൊണ്ടുവന്നത് ചിലപ്പോൾ അച്ഛൻ്റെ സുഹൃത്തിന്റെ മകൻ തന്നെ ആയിരിക്കും എന്നൊക്കെ മീനാക്ഷി പറയണം. ഗോമതി പറയണ്ട, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർത്തും പറയല്ലേ, എല്ലാവരും എന്നെ കളിയാക്കും എന്നൊക്കെ ഗോമതി പറയുമ്പോൾ ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഫോം വെക്കാണ്. ഗോമതിക്ക് ആകെ ടെൻഷനാവാണ്. എന്നാൽ ആരാണ് ആ പയ്യൻ? ബാലേട്ടന്റെ ചെറിയ മുഖച്ചായൊക്കെ ഉണ്ട്, ഇനി ബാലേട്ടന്റെ എങ്ങാനും എന്ന രീതിയിൽ ഗോമതി ആകെ സംശയിച്ചിരിക്കുന്ന ഭാഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ നാളെയാണ് നമ്മുടെ മിത്ര ഈ ഒരു മഹാസത്യം ഗോമതി അടുത്ത് പറയാൻ പോണത്. ഇത് മിഥുനാണെന്നുള്ള സത്യം അതറിയുമ്പോൾ ഗോമതിക്ക് ആകെ ഷോക്കാവും. പിന്നീട് അവർക്ക് മനസ്സിലാവട്ടെ, ബാലൻ അപ്പൊ എന്തൊക്കെയോ സത്യം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ മിഥുനെ കൊണ്ടുവന്നൊക്കെയുള്ള സത്യം ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ മിഥുൻ എങ്ങനെയൊക്കെ കടന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മിഥുൻ ചെറുതായിട്ട് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങുന്നത്. മിഥുന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പഴയ പോലെ ദുഷ്ടത്തരമൊന്നും ഇല്ല. അപ്പൊ മിഥുന് ചെറിയ മാറ്റങ്ങളൊക്കെ, നമ്മൾ മിഥുൻ ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. നമ്മുടെ മിത്രനെ കാണുമ്പോൾ ശത്രുതയോട് നോക്കണമെന്നില്ല, ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബാലനായിട്ട് തന്നെ നമ്മുടെ മിത്രയുടെയും ആര്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഈ ആര്യൻ ഇവിടെ മിത്രയുടെ 100 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൃഷ്ണമംഗലംകാർ പറയാറുണ്ടല്ലോ, ശരിക്കും 100 പവൻ എടുത്തേക്കാണ് നമ്മുടെ മിഥുനാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ മിഥുൻ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ ബാലൻ എന്ന് പറഞ്ഞ ആള് രക്ഷിച്ചു. അപ്പൊ അതിന്റെ പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു പ്രതിവിധിയായിട്ട് നമ്മുടെ മിഥുൻ ചിലപ്പോ മിത്രയുടെ കയ്യിൽ നിന്ന് എടുത്ത് അത്രയും ഗോൾഡ് ചിലപ്പോൾ തിരിച്ചു കൊടുക്കുമായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആരിനെ സമാധാനവും ആ ഗോൾഡ് കൃഷ്ണമംഗലത്തുകാർക്ക് കൊടുത്തതിനാൽ പിന്നെ അവരുടെ ആ വായടഞ്ഞു പോകുമല്ലോ. പിന്നെ മാത്രമല്ല, മിഥുനാണ് മിത്രനെ സ്നേഹിച്ചെന്ന്, മിത്രക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ആരെയും കാണിച്ച ആ മനസ്സൊക്കെ അറിയുമ്പോഴുണ്ടല്ലോ, കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നാവും. അത് 100% ഉറപ്പാണ് കേട്ടോ. എന്തായാലും അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോണത്. അത് മാത്രമല്ല, കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിക്കും. അപ്പൊ ഇതിൽ വരാൻ പോണ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്ന സമയത്ത് നമ്മുടെ അലോകിന്റെയും അനുമോളുടെ വിവാഹം നടത്താൻ 2 വീട്ടുകാർ ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ അനു വേറൊരു അടുത്തിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ അപ്പോഴായിരിക്കും കേട്ടോ. ഇതിൽ തമിഴില്ല, വേറൊരു ലാംഗ്വേജിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ കാര്യസ്ഥ മൂവിയില്ലേ, സെയിം പോലെ തന്നെ ഒരു ലാംഗ്വേജിലുണ്ട് ഈ സീരിയല്. വേറൊന്നുമല്ല, ഈ 2 വീട്ടുകാരും ഒന്നായിട്ട് ഒരു തീരുമാനിക്കും, അലോകിന്റെ അനുവിന്റെ വിവാഹം നടത്താന്ന് വീട്ടുകാർ തീരുമാനിക്കുകയാണ്. അലോകിന് അനുവിന് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ അനുക്ക് ഇഷ്ടമല്ല. അനുക്ക് വേറൊരു പയ്യനാണ് ഇഷ്ടം. എന്നിട്ട് ആ പയ്യനോട് അതായത് കല്യാണ ദിവസം തലേന്ന് ഒളിച്ചോടി പോകും. പിന്നെ വീട്ടുകാർ തമ്മിൽ ഭയങ്കര പ്രശ്നവും കുടുംബകലഹമാവും, പിന്നെ ശത്രുതയാവും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യസ്ഥ സിനിമ സെയിം പോലെ തന്നെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.